കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ഡ്രോൺ ആക്രമണവുമായി ഇറാൻ. പകരം ഇറാനിലെ ഖേഷം ദ്വീപ് US ആക്രമിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ നിരവധി മിസൈലുകളും ഡ്രോണുകളും US തകർത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ സ്തംഭിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ഇതിനിടയിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. US-ൽ ഇസ്രായേൽ ലെബനൻ നയതന്ത്ര ചർച്ചകൾ അവസാനിച്ചു. അടുത്ത റൗണ്ട് ചർച്ച നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജയ് സുധ ബിജു, അതിനു മുൻപ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കുവൈറ്റിനെ ലക്ഷ്യമാക്കി വരുന്ന നിരവധി ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഡ്രോണുകൾ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളുള്ള സ്ഥലമാണ്, സൈനിക താവളമൊക്കെയുള്ള സ്ഥലമാണ് കുവൈറ്റ്, നമുക്കറിയാം. ആ മേഖലകളിലേക്കാണ് ഇറാന്റെ ഡ്രോണുകൾ തുടർച്ചയായി മൂളിപ്പറന്നെത്തുന്നത്. ഈ ഡ്രോണുകളെ തകർക്കുകയാണ് അമേരിക്കൻ മിസൈലുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴും ഭീതി വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന് വേണം കരുതാൻ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, അമേരിക്കയുടെ ആക്രമണം ഖേഷം ദ്വീപിലേക്കായിരുന്നു. അത് തന്ത്രപ്രധാനമായ ഇറാനിലെ ഒരു പ്രദേശമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ തുടർച്ചയായുള്ള ആക്രമണം ഗൾഫ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും കുവൈറ്റിലേക്ക് മറ്റും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം പരസ്പര ആക്രമണങ്ങൾ എന്നുള്ളതല്ലേ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം ചില ന്യൂസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ സ്തംഭിച്ചു എന്നുള്ള തരത്തിലാണ്. അതിപ്പോൾ US മാധ്യമങ്ങളാണെങ്കിലും ഇറാനിയൻ മാധ്യമങ്ങളാണെങ്കിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. മാത്രമല്ല, ഇറാനിയൻ ഭരണാധികാരികൾ ഈ ലെബനൻ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് US-ഉമായിട്ടുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്നാണ് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവരുമായി സംസാരിക്കുന്നുണ്ട്. ഇറാന് താനിപ്പോൾ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് എത്രയും വേഗം ഒരു കരാറിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ ഇതേ കാരണം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത് സാധിക്കില്ല. എത്രയും വേഗം കരാറിൽ എത്തിച്ചേരണമെന്ന് ഇറാനോട് കർശനമായി പറഞ്ഞതായിട്ടാണ് ട്രംപ് പറയുന്നത്. എല്ലാ റിപ്പോർട്ടുകളും ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു